ഉണ്ണിയമ്മേ തുമ്പടി വന്നു. ശബരിനാഥൻ ആലപ്പുഴയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി പോകുമോ ആന്റോ ആന്റണിക്ക് വേണ്ടി പോകുമോ? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പത്തനംതിട്ട അത്യാവശ്യം സൗകര്യങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉള്ള ആളാണല്ലോ. ശബരിനാഥൻ അവിടെ ആർക്ക് വേണ്ടി പോകും? ഇനി AK ആന്റണി ആർക്ക് വേണ്ടി പ്രചരണം നടത്തും? അത് ഉത്തരം പറ. അത് ശബരിനാഥന്റെ പേരായതുകൊണ്ട് അനിൽ ആന്റണിക്കോ ആന്റോ ആന്റണിക്കോ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. താനൊരു MP അല്ലേ? താനൊരു MP അല്ലേ? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. റഹീം എന്ന പേരുകൊണ്ട് വേറെന്തെങ്കിലും ഞാൻ പറഞ്ഞോണ്ട് ഇല്ലല്ലോ. ഇത് BJP ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളക്കടി കാണിക്കുന്ന CPM ആണ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, അത് ശരിയൊന്നുമല്ല. അത് ക്ലാരിഫൈ ചെയ്താൽ മതി. ഞാൻ വൈകാരിക കാണിക്കും. ഒരു കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അല്ല അത് പറയട്ടെ. ഒന്ന് ക്വാളിഫൈ ചെയ്യും. റഹീം ഒന്ന് ക്വാളിഫൈ ചെയ്യും. പറ മറുപടി പറയാം. പിന്നെ ചൂടാണ്ട് AC ഇല്ല. അത് മറുപടി പറയാം. നിഷ ശ്രദ്ധിക്കോ, ഞാൻ കേൾക്കാണ്. മറുപടി പറയാം. ഞാൻ മറുപടി പറയുമ്പോ ഇത് അങ്ങ് വ്യക്തമായി കേൾക്കൂ. അടിക്കണ്ട. നിങ്ങളെ അത്ര ലളിതമല്ല. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. പറയട്ടെ അങ്ങ് കേൾക്ക്. വ്യത്യാസമില്ലല്ലോ. BJPയും കോൺഗ്രസും തമ്മിലൊരു വ്യത്യാസമില്ലല്ലോ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം കുത്തിവെക്കുന്നതിൽ BJPക്ക് വളർത്തുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.